കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ രാഷ്ട്രീയമായും അങ്ങേയറ്റം വൈവിധ്യം നിറഞ്ഞ മണ്ണാണ്. ഒരു കാലത്ത് ഇടതും വലതും മാറി മാറി പുണർന്ന തൃശൂർ മണ്ഡലങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വ്യക്തമായ ഇടതുചായ്വാണ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി അക്കൗണ്ട് തുറന്നതോടെ തൃശൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥ അപ്രവചനീയമായ ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേവലം ഒരു മത്സരമല്ല, മറിച്ച് ഓരോ മുന്നണിക്കും തങ്ങളുടെ നിലനിൽപ്പ് തെളിയിക്കേണ്ട പോരാട്ട ഭൂമിയാണ്. 2016ലെയും 2021ലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ തൃശൂരിൽ ചുവപ്പുകൊടി പാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. 2016ൽ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12 LDF സ്വന്തമാക്കി. 2021ൽ ഈ വിജയം ആവർത്തിച്ച് ഇടതുപക്ഷം തങ്ങളുടെ കേഡർ വോട്ടുകളുടെ കരുത്ത് തെളിയിച്ചു. എന്നാൽ ഭരണ തുടർച്ചയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ചില വെല്ലുവിളികൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. പ്രധാനമായും ആന്റി ഇൻകംബൻസി മറികടക്കാൻ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ മാറ്റങ്ങൾ ഇടതുപക്ഷം വരുത്തിയേക്കും. 3 ടൈം പൂർത്തിയാക്കിയവരെ മാറ്റി നിർത്തുക എന്ന നയം കർശനമാക്കിയാൽ മണലൂർ, കുന്നംകുളം തുടങ്ങിയ മണ്ഡലങ്ങളിൽ പുതിയ മുഖങ്ങൾ എത്തും. മണലൂരിൽ മുരളി പെരുന്നെല്ലിക്ക് പകരം സി രവീന്ദ്രനാഥിനെ പോലെയുള്ള ഒരു സ്വീകാര്യനായ നേതാവിനെ കൊണ്ടുവരുന്നത് മണ്ഡലം നിലനിർത്താൻ സഹായിക്കുമെന്ന് CPM കണക്കുകൂട്ടുന്നു. കുന്നംകുളത്ത് AC മൊയ്തീന് പകരം KV അബ്ദുൽ ഖാദർ എത്തുന്നതും ഇതേ തന്ത്രത്തിന്റെ ഭാഗമാണ്. തൃശൂർ നഗര മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ P ബാലചന്ദ്രൻ ജയിച്ചെങ്കിലും BJPയുടെ വോട്ട് വർധനവ് ഇടതുപക്ഷത്തെ ചിന്തിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനകീയനായ VS സുനിൽകുമാറിനെ വീണ്ടും കളത്തിലിറക്കി മണ്ഡലം സുരക്ഷിതമാക്കാനാണ് CPIയുടെ നീക്കം. ഒല്ലൂരിൽ മന്ത്രി K രാജൻ തന്റെ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞ കുറെ കാലമായി തൃശൂരിൽ UDF നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. ജില്ലയിലെ ആകെ ഒരു സീറ്റിൽ മാത്രമാണ് അവർക്ക് MLA ഉള്ളത്. എന്നാൽ BJP വാക്താവായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത് ജില്ലയിലെ UDF ക്യാമ്പുകളിൽ പുതിയ ഉണർവ് നൽകിയിട്ടുണ്ട്. സന്ദീപിന്റെ വരവ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് BJPയുടെ വോട്ട് ബാങ്കിനെയാണ്. സന്ദീപ് വാര്യർ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ BJPയിലേക്ക് പോയ ഹിന്ദു വോട്ടുകളിൽ ഒരു വലിയ വിഭാഗത്തെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പിന്തുണച്ച് നിഷ്പക്ഷ വോട്ടർമാരിൽ സന്ദീപിന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞാൽ അത് UDFന് വലിയ മേൽക്കൈ നൽകും. എന്നാൽ അദ്ദേഹത്തിന്റെ പഴയ രാഷ്ട്രീയ പ്രസംഗങ്ങളും നിലപാടുകളും ന്യൂനപക്ഷ വോട്ടർമാരുടെ ഇടയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കോൺഗ്രസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയത് കോൺഗ്രസിന് ആഘാതമാണെങ്കിലും ആ വിടവ് സന്ദീപ് വാര്യറിലൂടെ നികത്താമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. മണലൂരിൽ TN പ്രതാപനും വടക്കാഞ്ചേരിയിൽ അനിൽ അക്കരയും എത്തുന്നതോടെ ശക്തമായ പോരാട്ടത്തിനാണ് UDF കളമൊരുക്കുന്നത്. സുരേഷ് ഗോപിയിലൂടെ തൃശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുത്തത് BJPക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. പണ്ട് LDFനും UDFനും മാത്രം സ്വാധീനമുണ്ടായിരുന്ന പല നിയമസഭാ മണ്ഡലങ്ങളിലും BJP ഇപ്പോൾ 30% വോട്ട് വിഹിതം കൈവശം വെക്കുന്നുണ്ട്. തൃശൂർ നഗര മണ്ഡലത്തിൽ BJPയുടെ കരുത്ത് തെളിയിക്കപ്പെട്ടതാണ്. K സുരേന്ദ്രൻ, ശോഭ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളെ തൃശൂർ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നത് BJPയുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നു. പത്മജ വേണുഗോപാലിന് കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കൂടാതെ BDJS സഖ്യം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും നിർണായകമാണ്. ഈഴവ വോട്ടുകളുടെ ഏകീകരണം ഉറപ്പാക്കാൻ BDJS ആവശ്യപ്പെടുന്ന സീറ്റുകൾ വിട്ടു നൽകാൻ BJP തയ്യാറായേക്കും. ഏറ്റവും വലിയ പോരാട്ടം നടക്കാൻ പോകുന്നത് തൃശൂരാണ്. VS സുനിൽകുമാർ LDF, സന്ദീപ് വാര്യർ UDF, ശോഭ സുരേന്ദ്രൻ അല്ലെങ്കിൽ പത്മജ NDA എന്നിവർ നേർക്കുനേർ വന്നാൽ കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടമായി ഇത് മാറും. ഒല്ലൂരിൽ മന്ത്രി K രാജന്റെ ജനപ്രീതിയും ഷാജി കൊടങ്കണ്ടത്തിന്റെ സംഘടനാശേഷിയും തമ്മിലുള്ള മത്സരമാകും ഇവിടെ. മണലൂരിൽ വികസന നായകൻ C രവീന്ദ്രനാഥും ജനകീയനായ TN പ്രതാപനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. ഗുരുവായൂരിൽ മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. മതനിരപേക്ഷ വോട്ടുകൾ ഇവിടെ നിർണായകമാകും. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദുവിന്റെ ഭരണ നേട്ടങ്ങളും തോമസ് ഉണ്ണിയാടന്റെ വ്യക്തിപ്രഭാവം തമ്മിലുള്ള പോരാട്ടത്തിനാണ് ഇവിടെ കളമൊരുങ്ങുന്നത്. തൃശൂരിലെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് മറയുന്നു എന്നത് ജയപരാജയങ്ങളെ നേരിട്ട് ബാധിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകളിൽ ഉണ്ടായ മാറ്റം നിയമസഭയിലും തുടരുമോ എന്നത് കണ്ടറിയണം. GST ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിഷയങ്ങളിൽ വ്യാപാരികൾക്കുള്ള അതൃപ്തി വോട്ടായി മാറാൻ സാധ്യതയുണ്ട്. ജനങ്ങൾക്ക് സുപരിചിതരായ മുഖങ്ങളെ ഇറക്കിയാൽ മാത്രമേ ഇത്തവണ വിജയിക്കാൻ കഴിയൂ എന്ന് 3 മുന്നണികളും തിരിച്ചറിയുന്നു. തൃശൂരിലെ വോട്ടർമാർ രാഷ്ട്രീയ ബോധമുള്ളവരും പ്രായോഗികമായി ചിന്തിക്കുന്നവരുമാണ്. ഒരു ദശാബ്ദത്തോളമായി ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് തൃശൂർ മനസ്സ് മാറുമോ അതോ ചെങ്കോട്ടകൾ കൂടുതൽ ശക്തമാകുമോ എന്നത് വരും മാസങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ആശ്രയിച്ചിരിക്കും. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം UDFന് നൽകിയ ജീവൻ വായുവും BJPയുടെ വർദ്ധിച്ചു വരുന്ന ജനസ്വാധീനവും ഇടതുപക്ഷത്തിന്റെ സംഘടനാ കരുത്തും തമ്മിലുള്ള വലിയൊരു ഏറ്റുമുട്ടലിനാണ് വടക്കുംനാഥന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.